ലോകഭൂപടം നോക്കുമ്പോൾ നമുക്ക് രാജ്യങ്ങളുടെ അതിരുകൾ മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ ആ അതിരുകൾക്കിടയിൽ ചില പ്രദേശങ്ങളുണ്ട്, പുറത്തുനിന്ന് ശാന്തമായി തോന്നുന്ന എന്നാൽ അകത്ത് നിരവധി മൗനയുദ്ധങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ. ഒരു വശത്ത് മഞ്ഞുമൂടിയ നിശബ്ദ ലോകം, മറുവശത്ത് ഏകാന്തതയാൽ തകർന്നു പോകുന്ന ജീവിതങ്ങൾ. ഒരു വശത്ത് ആധ്യാത്മികത, മറുവശത്ത് കടുത്ത നിരീക്ഷണം. ഒരു വശത്ത് സ്വർഗം പോലെ തോന്നിക്കുന്ന പ്രകൃതി, മറുവശത്ത് ഭയവും അനിശ്ചിതത്വവും സംഘർഷവും. ഇവ വെറും സ്വയംഭരണ പ്രദേശങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയവും ചരിത്രവും സംസ്കാരവും അധികാര പോരാട്ടങ്ങളും ഒന്നിച്ചു ചേർന്ന് സൃഷ്ടിച്ച രഹസ്യ ലോകങ്ങളാണ്. യഥാർത്ഥ ചോദ്യം ഇതാണ്: ഈ പ്രദേശങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ട് മാറിപ്പോയി? ആരുടെ തീരുമാനങ്ങൾ, ഏത് ചരിത്ര സംഭവങ്ങൾ, ഏത് രാഷ്ട്രീയ നയങ്ങൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ ഇത്ര സങ്കീർണമാക്കി? ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭയാനകവും ഏറ്റവും നിഗൂഢവുമായ സ്വയംഭരണ പ്രദേശങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ അറിയാൻ പോകുകയാണ്. ആദ്യം ഗ്രീൻലാൻഡിനെ കുറിച്ച് സംസാരിക്കാം. ഡെൻമാർക്കിന്റെ ഭാഗമായ ഈ വലിയ സ്വയംഭരണ പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. പുറത്തുനിന്ന് നോക്കിയാൽ ഇത് അതിമനോഹരമായ മഞ്ഞുലോകം പോലെ തോന്നും. വെളുത്ത ഭൂമി, മഞ്ഞുമലകൾ, എല്ലായിടത്തും നിശബ്ദത. കാണുന്നവർക്കിത് ശാന്തമായ സ്വർഗം പോലെ അനുഭവപ്പെടും. പക്ഷേ അവിടുത്തെ യഥാർത്ഥ ജീവിതം വളരെ ക്ലേശകരമാണ്. പല ഗ്രാമങ്ങളും പൂർണ്ണമായും ഏകാന്തമായി കഴിയുന്നു. ചുറ്റുമിരുട്ട്, പുറത്ത് മഞ്ഞ്, അകത്തെ ഏകാന്തത. ഇവിടെ യഥാർത്ഥ പ്രശ്നം പ്രകൃതി മാത്രമല്ല, ജീവിത രീതി തന്നെ ഒറ്റയടിക്ക് മാറിപ്പോകുന്നതും കൂടിയാണ്. 1960കളിൽ നിന്ന് ഡെൻമാർക്ക് സർക്കാർ ആധുനികവൽക്കരണം എന്ന പേരിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിനാൽ അവിടുത്തെ പരമ്പരാഗത ഇങ്ങോട്ട് ജീവിത രീതി പതിയെ പതിയെ ഇല്ലാതാവാൻ തുടങ്ങി. വേട്ട, മത്സ്യബന്ധനം, പഴയ സംസ്കാരം, സമൂഹവുമായുള്ള ബന്ധം ഇവയെല്ലാം ക്രമേണ മാറിപ്പോയി. അവിടുത്തെ പലരിലും ഇതൊരു സാംസ്കാരിക ഞെട്ടലായി മാറി. ആ മാറ്റങ്ങളുടെ പ്രത്യാഘാതം പതിയെ മാനസിക പ്രശ്നങ്ങളായി പുറത്തുവന്നു. ഏകാന്തത, മദ്യപാന പ്രശ്നങ്ങൾ, കുടുംബഹിംസ ഇവയെല്ലാം ചേർന്നൊരു ഗുരുതരമായ മാനസിക പ്രതിസന്ധി ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കുള്ള പ്രദേശങ്ങളിൽ ഒന്നായി മാറിയത്. പ്രത്യേകിച്ച് യുവാക്കൾ ഏറെ ബാധിതരാവുന്നു. പല ഗ്രാമങ്ങളിലും തങ്ങളുടെ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ നഷ്ടപ്പെടുത്താത്ത ഒരു വ്യക്തി പോലും ഏതാണ്ടില്ലെന്ന് അവിടുത്തെ ജനങ്ങൾ പറയാറുണ്ട്. അതൊരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല, മുഴുവൻ സമൂഹവും അനുഭവിക്കുന്ന വേദനയാണ്. ഡെൻമാർക്ക് സർക്കാർ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭൂഗോളപരമായ ദൂരവും ശീതോഷ്ണാവസ്ഥയും പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇപ്പോൾ ഹിമാലയത്തിന് മധ്യ സ്ഥിതി ചെയ്യുന്ന തിബറ്റിനെ കുറിച്ചറിയാം. ഒരു കാലത്ത് തിബറ്റ് എന്നാൽ ലോകത്തിന് ഓർമ്മ വരുന്നത് ശാന്തിയായിരുന്നു. ബുദ്ധമഠങ്ങൾ, ആധ്യാത്മികത, ദലൈലാമ. ലോകത്തിന്റെ 4 മൂലകളിൽ നിന്നും ജനങ്ങൾ ഈ സംസ്കാരത്തെ ബഹുമാനത്തോടെ നോക്കി. പക്ഷേ 1950കളിൽ ചൈനയുടെ ആക്രമണത്തിന് ശേഷം സ്ഥിതി പൂർണ്ണമായും മാറിപ്പോയി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വയംഭരണ പ്രദേശമെന്ന പേരുണ്ടായിരിക്കുന്നത് ഒന്ന്, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത് മറ്റൊന്ന്. ചൈന സർക്കാർ തിബറ്റിനെ സ്വയംഭരണ പ്രദേശമായി അംഗീകരിച്ചെങ്കിലും അവിടെ നിരീക്ഷണ വ്യവസ്ഥ വളരെ കടുത്തതാണെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു. തെരുവുകളിൽ ക്യാമറകൾ, ചെക്ക് പോസ്റ്റുകൾ, മുഖം തിരിച്ചറിയൽ സംവിധാനങ്ങൾ. ആളുകൾ ആരോട് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നത് നിരന്തരം നിരീക്ഷിക്കപ്പെടുന്നു. ദലൈലാമയുടെ ഫോട്ടോ വയ്ക്കുന്നതുപോലും അല്ലെങ്കിൽ പ്രാദേശിക സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നതുപോലും ചിലപ്പോൾ സൂക്ഷ്മമായ കാര്യങ്ങളായി മാറിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നാൽ ചൈന ദേശീയ ഐക്യമെന്ന നയത്തെ ശക്തമായി നടപ്പാക്കാൻ ശ്രമിച്ചു. അതായത് രാജ്യത്തിലെ എല്ലാ പ്രദേശങ്ങളും ഒരേപോലെ ആയിരിക്കണം, ഒരേ ദേശീയ അടയാളത്തിൽ ലയിക്കണം എന്ന് കരുതി. അതിൻ്റെ പ്രത്യാഘാതം പ്രാദേശിക ഭാഷ, മതം, പാരമ്പര്യങ്ങൾ എന്നിവയിൽ വീണു. അതുകൊണ്ടാണ് ഇപ്പോൾ പല തിബറ്റുകാരും തങ്ങളുടെ സംസ്കാരവും അടയാളവും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പുറത്ത് ശാന്തമായി കാണുമ്പോഴും അകത്തൊരു മൗന പോരാട്ടം തുടരുകയാണ്. ഇപ്പോൾ ലോകവ്യാപകമായി ഏറെ ചർച്ചയായ ഷിൻജിയാങ് ബന്ധപ്പെട്ട് സംസാരിക്കാം. ചൈനയിലെ ഈ പ്രദേശത്ത് ഉയ്ഗൂർ മുസ്ലിംകൾ ഏറെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇവിടുത്തെ സ്ഥിതി സംബന്ധിച്ച് ലോകതലത്തിൽ ശക്തമായ ചർച്ച നടന്നു. അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം ലക്ഷക്കണക്കിന് ആളുകളെ പുനരധ്യാപന ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു.
എന്നാൽ ചൈന സർക്കാർ അവയെ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററുകളായാണ് വിശദീകരിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എങ്ങനെ ആരംഭിച്ചു എന്നാൽ, ആദ്യം സുരക്ഷയും ഭീകരവാദ ഭീതിയും എന്ന കോണിൽ തുടങ്ങിയ നടപടികൾ പതിയെ സാംസ്കാരിക അസിമിലേഷൻ ദിശയിലേക്ക് പോയി എന്ന വിമർശനങ്ങൾ ഉയർന്നു. അതിനാൽ അവിടെ വലിയ തോതിലുള്ള നിരീക്ഷണ വ്യവസ്ഥ രൂപപ്പെട്ടു. മുഖം തിരിച്ചറിയൽ, ചെക്ക് പോസ്റ്റുകൾ, ഡിജിറ്റൽ മോണിറ്ററിംഗ് ഇവയെല്ലാം അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി. സുരക്ഷയുടെ കാഴ്ചപ്പാടിൽ ചിലർക്കിത് ആവശ്യമാണെന്ന് തോന്നാം. പക്ഷേ മനുഷ്യാവകാശങ്ങളുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ലോകതലത്തിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷിൻജിയാങ് ഇന്ന് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു പ്രദേശത്തെ എത്ര കർശനമായി നിയന്ത്രിക്കാമെന്ന് കാണിക്കുന്ന ഉദാഹരണമായി മാറിയത്. ഇപ്പോൾ ട്രാൻസ്നിസ്ട്രിയയെക്കുറിച്ച് പറഞ്ഞാൽ, ഈ പ്രദേശത്തെ പലരും ഭൂതരാജ്യം എന്ന് വിളിക്കാറുണ്ട്. ഔദ്യോഗികമായി ഇത് മോൾഡോവയുടെ ഭാഗമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവിടെ സ്വന്തം സർക്കാർ, സ്വന്തം സംവിധാനം, സ്വന്തം നിയമങ്ങളുണ്ട്. അവിടെ ചെന്നാൽ സോവിയറ്റ് യൂണിയൻ കാലം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന തോന്നൽ വരും. ലെനിൻ പ്രതിമകൾ, പഴയ പതാകകൾ, പഴയ സോവിയറ്റ് ചിഹ്നങ്ങൾ ഇപ്പോഴും കാണാം. ഇത് എന്തുകൊണ്ടിങ്ങനെ മാറിയെന്നാൽ, സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷമുണ്ടായ വംശീയവും ഭാഷാപരവുമായ വ്യത്യാസങ്ങൾ, അതുപോലെ റഷ്യയുടെ സ്വാധീനം. ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നില്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ സ്വന്തം സംവിധാനത്തോടെ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫ്രോസൺ കോൺഫ്ലിക്റ്റിന്റെ ഒരു വലിയ ഉദാഹരണമായി കാണുന്നത്. ഇനി ഇന്ത്യയിലെ കാശ്മീരിനെ കുറിച്ച് സംസാരിക്കാം. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കുന്നത് അവിടുത്തെ പ്രകൃതി കണ്ടാൽ മനസ്സിലാകും. മനോഹരമായ മലകൾ, തടാകങ്ങൾ, പ്രകൃതിയുടെ സൗന്ദര്യം. പക്ഷേ ദശകങ്ങളായി ഈ പ്രദേശം പിരിമുറുക്കവും സൈനിക സാന്നിധ്യവും സംഘർഷങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കുന്നു. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നിരവധി മാറ്റങ്ങൾ വന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു, ടൂറിസം വർദ്ധിച്ചു, അക്രമത്തിന്റെ തീവ്രത കുറഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ മറുവശത്ത് രാഷ്ട്രീയ ആകാംക്ഷകളും പ്രാദേശിക വികാരങ്ങളും സുരക്ഷാ വെല്ലുവിളികളും ഇനിയും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. കാരണം കാശ്മീർ പ്രശ്നം ഒരു പ്രദേശത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമാണ്: സ്ഥിരമായ സമാധാനം, വികസനം, സാധാരണ ജീവിതം. ഇനി ബൗഗൈൻവില്ലെ. പാപ്പുവ ന്യൂഗിനിയയിലെ ഈ പ്രദേശം പ്രകൃതി വിഭവങ്ങൾ മൂലം വലിയ സംഘർഷങ്ങൾ കണ്ടിട്ടുണ്ട്. ചെമ്പുഖനികൾ കാരണം പ്രാദേശികരും ഖനന കമ്പനികളും തമ്മിൽ ശക്തമായ പിരിമുറുക്കമുണ്ടായി. വിഭവങ്ങൾക്കായുള്ള പോരാട്ടങ്ങൾ എത്ര വിനാശകരമാകാമെന്ന് ഇത് കാണിച്ചു തരുന്നു. നാഗോർണോ കരബാക്ക്. അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള ദശകങ്ങളായി തുടരുന്ന തർക്കപ്രദേശം. യുദ്ധങ്ങൾ, ശൂന്യമായ ഗ്രാമങ്ങൾ, നശിച്ച കെട്ടിടങ്ങൾ. വംശീയവും ചരിത്രപരവുമായ അവകാശങ്ങൾ എത്ര അപകടകരമായ തലത്തിലെത്താമെന്ന് ഇത് കാണിക്കുന്നു. ഡോൺബാസ്. ഉക്രൈനിലെ ഈ പ്രദേശം വിഘടനവാദ പ്രസ്ഥാനങ്ങളും യുദ്ധവും മൂലം വലിയ നാശനഷ്ടം നേരിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകളും ജോലികളും ബിസിനസ്സുകളും നഷ്ടപ്പെടുത്തി. ഇപ്പോൾ അക്സൈ ചിൻ പറഞ്ഞാൽ, ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റവും സെൻസിറ്റീവ് തർക്കപ്രദേശങ്ങളിലൊന്നാണ്. ഇവിടെ സാധാരണ ജനങ്ങളെക്കാൾ സൈനിക സാന്നിധ്യമാണ് കൂടുതൽ. ഈ പ്രദേശം വളരെ ദുരാപ്രവേശ്യമായതിനാൽ പലപ്പോഴും ഉപഗ്രഹ ചിത്രങ്ങൾ വഴി മാത്രമേ വിവരങ്ങൾ പുറത്തുവരൂ. ഇത് അതിർത്തി പിരിമുറുക്കങ്ങൾ എത്ര രൂക്ഷമാകാമെന്ന് ഓർമ്മിപ്പിക്കുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ എല്ലാ പ്രദേശങ്ങളെയും ഒരുമിച്ച് നോക്കിയാൽ ഒരു പൊതു പാറ്റേൺ വ്യക്തമായി കാണാം. ചിലയിടങ്ങളിൽ ടോട്ടോ അടയാളത്തിനായുള്ള പോരാട്ടം, ചിലയിടങ്ങളിൽ വിഭവങ്ങൾക്കായുള്ള മത്സരം, മറ്റു ചിലയിടങ്ങളിൽ അധികാര നിയന്ത്രണം, വേറെ ചിലയിടങ്ങളിൽ ചരിത്രപരമായ മുറിവുകൾ. ഒരു പ്രദേശത്ത് ആധുനികവൽക്കരണവും പരമ്പരാഗതയും തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ മറ്റൊരിടത്ത് കേന്ദ്ര നിയന്ത്രണവും പ്രാദേശിക സ്വയംഭരണവും തമ്മിലുള്ള പോരാട്ടമാണ്. അതുകൊണ്ടുതന്നെ ഇവ വെറും ഭൂപ്രദേശങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ ആഗ്രഹങ്ങളും ഭയങ്ങളും അടയാളങ്ങളും ഭാവിയും കലർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും? ഏറ്റവും നല്ല സാഹചര്യത്തിൽ സംഭാഷണങ്ങളും സാമ്പത്തിക വികസനവും സാംസ്കാരിക ബഹുമാനവും വഴി സമാധാനം സാധ്യമാകും. ഏറ്റവും മോശം സാഹചര്യത്തിൽ കൂടുതൽ സംഘർഷങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും കൂടുതൽ ശക്തമായ സാങ്കേതിക നിയന്ത്രണവും വരാം.
ഗ്രീൻലാൻഡിൽ മാനസിക ആരോഗ്യ പിന്തുണ മെച്ചപ്പെട്ടാൽ സ്ഥിതി മാറാം. പക്ഷേ യഥാർത്ഥ ജീവിത കഥകൾ ആ അതിരുകൾക്കിടയിലാണ് നടക്കുന്നത്. ഈ സ്വയംഭരണ പ്രദേശങ്ങൾ നമ്മോട് പറയുന്നതും അതാണ്. അടയാളവും സ്വാതന്ത്ര്യവും സുരക്ഷയും ഈ മൂന്നിനുമിടയിൽ സന്തുലനം കണ്ടെത്തുന്നത് എത്ര ദുഷ്കരമാണെന്ന്. ഓരോ പ്രദേശവും ഓരോ പാഠമാണ് പറയുന്നത്. വൈവിധ്യത്തെ ബഹുമാനിക്കണം, പ്രശ്നങ്ങളെ ശാന്തമായി പരിഹരിക്കണം, മാനവികതയെ മുൻനിർത്തണം എന്നോർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു കാഴ്ചപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഈ പ്രദേശങ്ങളെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയാൻ തോന്നുന്നത് ഏത്? ഇത്തരം ആഴമുള്ള കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. നന്ദി. വീണ്ടും മറ്റൊരു രസകരമായ കഥയുമായി കാണാം.